ഇഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം. ദിവാകരന് ഇഷ്ടം പോലെ കഴിക്കും. രാജാവ് വന്നാലും എഴുന്നേൽക്കണ്ടെന്നാ രാജാവ് വന്നാലും ഞാനാണ്. ഞങ്ങളാരും പുറത്ത് വിൽക്കുകയൊന്നുമല്ല, കുടുംബത്തെ ആവശ്യങ്ങൾക്ക് തന്നെ എടുക്കണേ. കുഞ്ഞമ്മാമ ഇരുന്നോളൂ. കുഞ്ഞമ്മാമക്കല്ലേ വിശപ്പും ദാഹമൊക്കെ. सारा खाना खा गया भयंकर। ഇനി പരിയിടാനൊന്നും നിൽക്കണ്ട. ഇവള് പഠിക്കാൻ മിടുക്കിയ. ഇവളെയും ചേർക്കണേ ഇക്കൊല്ലം. ആ കൊല്ലം ഉണ്ണിമൂനെയും ചേർക്കണം. വീട്ടിലെ നിന്നോട്ടെ. മക്കൾക്ക് നിക്കണോ വല്യമ്മയുടെ കൂടെ? അപ്പൊ നീ പറയാറുള്ള അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം, അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കൊന്നുമല്ല. ഇനി എന്നോട് ചോദിക്കുന്ന ഒരു സാധനം ഇവിടെ തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചൂണെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. ഒരു കിലോ എല്ലില്ലാണ്ട്. ആരാ പെരുന്നാര്? അമ്പികടത്തിയും ഭർത്താവും വന്നിട്ടുണ്ട്. അതോ എന്ന് വന്ന് 3-4 ദിവസമായി. मीट खरीद उनके लिए देखो। കയ്യില് വരണ കാശൊക്കെ എങ്ങടാ പോണേന്നൊരു പിടിയില്ല. അവർക്ക് വളരെ താമസിക്കാം. അതന്നെ മഹാഭാഗ്യം. ആ എടുത്തി ഒരുകണ്ട. എന്റെ മക്കൾ അതൊന്നും തൊട്ട് നോക്കും കൂടി ഇല്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട. അവറ്റേക്ക് അച്ഛനെ वैसे किसी मकसद से आ रही हैं। स्टार्टिंग में नहीं कहते रुपए मांग लेना। रुपए के लिए आ रही क्यों की है? ഏട്ടനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയുന്നത്? इसके पास पैसे नहीं रुपए। ഇറ്റാലി മലമൂട്ടിൽ നല്ല വില കിട്ടില്ല. എന്നാ നിങ്ങൾ വന്ന് പണിയെടുക്കൂ, അതും ഉണ്ടാവാൻ പോണില്ല. എടുക്കുവായിരുന്നെങ്കിൽ ഇവൻ വലിയ കുടുംബം നോക്കണം. കൊല്ലം നിങ്ങൾക്ക് ചെലവുള്ള നെല്ലും അരിയും നാളികേരവും തരണില്ലേ? കുട്ടികളെ പഠിപ്പ് അത് ഭാവിച്ച് തരണമെന്ന് പറഞ്ഞാൽ തരാം. ഈ കുടുംബം നോക്കാൻ എനിക്ക് ബാക്കിയുള്ള മണ്ണ് മതി. പക്ഷെ അതോടെ തീർന്നു. എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ എല്ലാവർക്കും സ്വരിക്കട. എന്റെ മക്കളെയും ഗതി. ഒരു 1000 ഉറുപ്പിക എങ്ങനെ ഉണ്ടായി കൊടുക്കാന്നുള്ളത് പറഞ്ഞു. 1000 रुपए के लिए तैयार हो गए। देखो उसके बाद तो रुपए नहीं है। കാര്യം എന്താന്ന് പറ. കുറച്ചു ദിവസം മുമ്പ് സുധയുടെ കൂടെ പഠിക്കണതാന്ന് പറഞ്ഞൊരു ചെക്കൻ വന്നിരുന്നു. ഞാൻ കണ്ടില്ല. ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ ഇന്ന് അവൾക്ക് സത്യം കണ്ടു. മനസ്സിലാക്ക വേണ്ടത്. കുഴപ്പമില്ല, പെൺകുട്ടിയെ പേടിക്കണം. അത് കുഴപ്പമുണ്ടാക്കും. ഏതായാലും ഇനി പ്രശ്നമില്ല. അടുത്ത തിങ്കളാഴ്ച കോളേജ് തുറക്കുകയാണല്ലോ. തിങ്കളാഴ്ച കോളേജിൽ പോകണ്ട. थिएटर में बुला रहा है। മറ്റാരോടും പറയരുത്. വിനോദ് ആലോചിച്ച് കൈകാര്യം ചെയ്യണം. पीटने लग गया। अगर पकड़ता उसको पीटा था। ഇങ്ങനെ തല്ല മാത്രം എന്ത് തെറ്റാ ചെയ്തേ? അവളോട് ചോദിച്ചു നോക്കണം. എന്താടി
പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇത്ര മനസ്സിലാക്കിയാ മതി. മോളെ വേഗം കെട്ടിച്ചു വിടാൻ ആലോചിക്ക, ഇല്ലെങ്കിൽ കുടുംബത്തിന് നല്ല പേര്. वो बात भी नहीं बताया इसने। എന്റെ മോൾ അച്ഛൻ പറയണ പോലെ കേട്ട് നടക്കണം കേട്ടോ. लेटर लिखा हुआ था। മതി, അച്ഛനും മോളും വർത്താനം പറഞ്ഞത്. വന്ന് കിടക്ക്. കിടന്നു. ഇങ്ങനൊരു വേഷം കണ്ടിട്ടില്ലല്ലോ. എല്ലാരും ഊണ് കഴിച്ച് കിടന്നു. നമുക്ക് വല്ലതും കഴിച്ച് കിടക്കണം. കോളേജിൽ പോണ്ടെന്ന് വലിയേട്ടൻ പറഞ്ഞത് അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാ. ഒരു ചീത്തപ്പനുണ്ടായ പിന്നെ വലിയ എനിക്കെന്നെ പേടിയാ. ഞാൻ കാരണം ചീത്തപ്പേരുണ്ടാവണ്ട. ഞാൻ ഇനി പഠിക്കുന്നില്ല. അല്ലെങ്കിൽ വേണ്ട. जानना चाहते शादी करा देगा उसकी। ഏട്ടാ ഏട്ടാ क्या हो गया? अच्छा रिजल्ट आ गया इसका, फर्स्ट क्लास आ गई। ചെയ്തേക്കാ. വിജയൻ പരീക്ഷ ജയിച്ചു. ഇപ്പോ എന്ന് നോക്കിയാ കോടതി പോണ്ടേ? LLB പാസ്സായതുകൊണ്ട് മാത്രം വക്കീലായില്ല. ഇനി സർട്ടിഫിക്കറ്റ് വരണം, ബാർ കൗൺസിൽ. हो गया। മത്തായിച്ചോ, മത്തായിച്ചോ. ये आदमी कौन होगा? താനായിരുന്നു. ഞാനൊന്ന് കിടക്കുകയായിരുന്നു. ഊള് കഴിഞ്ഞാൽ എനിക്കൊന്നും अच्छा रुपए मांगने गए। തൃശ്ശൂർ ഇമ്മടെ രാമൻകുട്ടി മേന്റെ കീഴിൽ പഠിക്കാനുള്ള ഏർപ്പാടുമായി. അവന്റെ ഒരു സാറ് തന്നെ ശരിയായി കൊടുത്തതാ. പാൻറ്റും കോട്ടും അതൊക്കെ ഞാൻ തരും. എന്റെ കുറി ഇപ്പൊ വട്ടോത്തും. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു 5000 ഉറുപ്പ്യ തന്നാ മതി. देगा कि नहीं देगा? पर चलो वकील बन गया और फिर वो रुपए दे नहीं रहा। नहीं ഇവിടൊക്കെ തീരും മത്തായിച്ചോ. 2 കൊല്ലം അങ്ങോട്ട് കഴിയട്ടെ. പെങ്ങളും പഠിക്കുന്നില്ലേ? ഉവ്വ്, ഇതിപ്പോ 2ാം കൊല്ല BA-ക്ക്. इसके लिए कोट पैंट खरीदना उसने। നാടൻ കളി ഞാൻ റെഡി. ഇത് പിടിച്ചേ. എന്താ ഊരിനെ? ഇതൊന്നും ഇടാണ്ടാ പോണേ. പിന്നെ ഈ കോട്ടും എന്നാ വാ. ओ चला गया। गंदे नहीं होंगे गाड़ी में? खुश हो गए से भाई। എല്ലാം എന്റെ ഏട്ടനാണ്. അനുഗ്രഹിക്കണം. पैर छो रहे हैं। कुछ नहीं बन पाया, लेकिन उसने अपने भाई को बनाया है। बहुत प्रॉब्लम थी ना उस समय, वही उसी ने पूरे घर संभाला था। होता तो दोनों भाई करते फिर घर का, लेकिन उसने किया। കൊമ്പനെ കയ്യിലെടുക്കേണം. अच्छा इनके पास चला गए काम के लिए, शायद उनके पास काम मिल जाएगा। बोर्ड लगा दिया। ഇതായിരുന്നു നായരെ. ശരിയാ, പറ്റിപ്പോയി. സാരല്ല, കൊല്ലം ഒന്നുകൂടെ കഴിഞ്ഞോട്ടെ. അവൻ സ്വന്തം ആ കൊന്ന് തയ്ച്ചാ മതി. തയ്ച്ചിട്ട് കൊല കരുതി. അത് ശരിയാ. എന്താ അത് ശരി? നിങ്ങളൊക്കെ എന്താ കരുതി എന്റെ അനിയനെ പറ്റി? ഏലത്തേക്കാ കണ്ണുപിടിച്ചു. വലിയ ഏതോ കേസിന്റെ വാദം നടക്കുക. എതിർ ഭാഗത്ത് നമ്മുടെ ഗോവിന്ദര് കാട്ടൊക്കെ പറക്കണ പോലെ ഇംഗ്ലീഷ് കാച്ചനെ. രാമൻകുട്ടി മേനെ സ്വന്തം മോനെപ്പൊലിയാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ചോണ്ടു പോകും, ഊണ് കൊടുക്കും. കോട്ടും കൗണൊക്കെ ഇട്ട് നിന്നല്ല. രാമൻകുട്ടി മേനെ കട്ടിയും കലയാ. അതിപ്പോ കാഴ്ചകൾ ഇങ്ങൊക്കെ ഉണ്ടല്ലോ ഒരു കല.
ഇപ്പൊ എന്ത് आगे इसका भाई ഈ വിജയകുമാരനാരുടെ വീട് ആ ഇതന്നെ ഈ വഴി നേരെ എങ്ങനെ ചെല്ലണം മേലടത്തേക്ക് इसके दोस्त तो नहीं कहीं पता नहीं कौन थे इसके दोस्त वगैरह तो नहीं है പഠിക്കുന്ന കാലത്ത് ഒരു രഥത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ എനിക്ക് പാർട്ടിയുമായി ഒരു ബന്ധമില്ല. ബന്ധപ്പെട്ട മതിയല്ലോ ये लोग केस के लिए आ रखे हैं इसके पास പ്രാധാന്യം സർവോപരി ഒരു ദേശീയ പാർട്ടിയുടെ പിൻബലം പിന്നെ മിടുക്കുണ്ടെങ്കിൽ പാർട്ടി പാർട്ടിയുടെ കേസ് ഉന്നതമായ ആദ്മി. സ്ഥാനങ്ങൾക്ക് വരാനും പറ്റും മനസ്സിലായി मना कर रहा है पार्टी के केस लड़ने के लिए വക്കീൽ സാറേ കേറി വരുന്ന മഹാലക്ഷ്മി ആട്ടി ഇറക്കരുത്. പാർട്ടിയുടെ വക്കീലായാൽ കാശിന്റെ കൊള്ളയാ. ഇവിടെ बहुत सारे क्रिमिनल होते हैं ना पार्टी में തീരെ താല്പര്യമില്ല. ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയണത് വാടോ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം मना कर दिया उसके भाई ने ആയിരിക്കരുത് എഞ്ചി കണ്ടിട്ട് ആരോപിച്ചുള്ളണേ. മിസ്റ്റർ സൂക്ഷിച്ച് സംസാരിക്കണം. उसका भाई तो नाराज हो गया അമ്മേ അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അവൻ അത് വേണ്ട ഏട്ടൻ എന്തറിഞ്ഞിട്ടേ പറയണേ? പാർട്ടിക്കാരെ കുറെ കേസ് കിട്ടുമെന്നല്ലേ അവര് പറഞ്ഞത് എന്ത് കേസ്? അല്ല എനിക്കിഷ്ടം. തുടക്കത്തിൽ തന്നെ വലിയ വലിയ കക്ഷികളെ കൈ കിട്ടൂടാ കിട്ടും. ഏട്ടൻ കണ്ടോളൂ. अच्छा ये सोच रहे हैं कि मेरे पास बड़े बड़े केस आएंगे पता नहीं वो छोटा केस लग रहा है ऐसे शायद अभी से घमंड आ गया शायद തെക്കനാ. ഇപ്പൊ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാനം कहीं दिक्कत ना हो आगे जाके उसे തരുന്നുണ്ടല്ലോ ഈശ്വരാ. ഒരു പൊതി വീട് വാങ്ങാൻ കാശ് തരണമെങ്കിൽ ഇറക്കണം. ആ ചെക്കൻ കിഴക്കങ്ങാണ്ടൊരു നാട്ടിലല്ലേടാ ഇപ്പൊ. അതെ കോയിന്നൂരം പൊള്ളാച്ചി ആലോചന നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ചു നമ്മുടെ സുധയുടെ കാര്യം. എനിക്ക് ഈ തറവാട് മാറ്റി ഇവിടുത്തെ ഒപ്പം കഞ്ഞും കുറെ തിന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ ഓപ്പോളെ. कोई रिश्ता लेके आ रखा है सुधा के लिए നല്ല നേരം നോക്കി നീ തന്നെ പറഞ്ഞാ മതി. ഓ ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. ഞാനെന്തിനാ പേടിക്കണേന്ന്. गाय को ना मार बैल को ना मार हिम्मत नहीं होती उसके सामने इसकी ഗോവിന്ദാപുരത്തിന് അവനെ കണ്ടിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നിട്ട് അവൻ എന്നെ കണ്ടില്ലല്ലോ ഇന്നവന്റെ സ്ഥലം बात नहीं कर रहा എന്തിനാ വിളിക്കണേ ഞാൻ പറഞ്ഞു നീ അറിയണ്ട, അറിഞ്ഞാ ചിലപ്പോ ദേഷ്യപ്പെടുമെന്ന്. അതിന് എന്ത് ചോദിച്ചു എന്നായി പറയണേ ഒന്നുമില്ല. कहीं नाराज ना हो जाए इस पे सो बोल दे इसने നമുക്കൊരു ആലോചനയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ചെക്കനല്ലേ ആലോചനയായിട്ട് ഇങ്ങോട്ട് വരണ്ടേ. हाँ इनके थोड़ी जाएंगे वो आएंगे ना इनके पास ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കാലോ. എങ്ങനെയത് आ गए वो अकेला रखा है इसके मम्मी पापा क्या है ഉണ്ടായിരുന്നു. ചോദിച്ചിട്ട് അവതായി പോയാ എനിക്ക് നാളെ വീട്ടിൽ വരേണ്ടതാണേ. എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോലും എന്നിട്ട് എന്താ अंकल കാര്യം? है इसके ഞാൻ അമ്മാമ്മയുടെ വീട്ടിലെ പണിക്കാരനായി നിന്നിരുന്നെങ്കിൽ ഇന്നും എന്നോട് സ്നേഹം ഉണ്ടായേനെ. എന്നെ ചീത്ത പറഞ്ഞ് ഇക്കാര്യം അമ്മാമ്മയോട് പറഞ്ഞോ? ഇല്ല, അടുത്ത വരവിന് പറയാം. എന്നിട്ട് ഞാൻ അമ്മാമയെ ഇങ്ങോട്ട് അയക്കാം. എല്ലാ നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഇന്ന് ഞാൻ ആലോചിക്കുക എല്ലാം കൂടെ ഒന്നിച്ചായാലോ. ചെലവ് മാത്രല്ല ബന്ധപ്പാടും കുറയും. रुपए का है इनके पास अच्छा इसकी शादी के लिए ഒന്ന് ചോദിക്കാൻ ഇനിയിപ്പോ എന്താ ചോദിക്കാൻ അല്ലേ? അമ്മ വേറൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല, ഏട്ടനും പറഞ്ഞത്. अच्छा उनकी बेटी है शायद उस वकील की
ये किसी और से शादी करना चाहता है നീ എന്ത് നന്ദികേടാടാ ഈ പറയണേ? ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ സ്വപ്നം കണ്ടോണ്ട് കഴിഞ്ഞൊരു പെണ്ണെ തഴഞ്ഞിട്ട് वो लड़की तो चाहती है शादी करना है वो से लाइक करती है ലൈഫ്, ഈ ലൈഫൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ആ തന്തയുടെ മോളെ വസ്തു വെച്ച പണല്ലായിരുന്നെങ്കിൽ ഞാനും നീ ഒന്നും ഈ സ്ഥാനത്തിൽ. ചെറുപ്പത്തില് കളിയായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ലല്ലോ. इसलिए गलत शादी ताकि എന്തിനാണ് पैसा വാക്ക്? वाली ना പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ നിലയും വിലയും ഫ്യൂച്ചറും ഒക്കെ നോക്കണം. അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോന്റെ സണ്ണിലോ ये ആകാന്ന് बस പറഞ്ഞ अपने बारे में सोच रहा है കാശ് തന്നെന്നും പറഞ്ഞ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളവും മേലേർത്ത് രാഘവൻ നായർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ നെറുകേട് കാണിക്കില്ല. എന്റെ നെഞ്ചിൽ പിടപ്പുണ്ടെങ്കിൽ കുട്ടിയായിരുന്നു രണ്ട് അടികൊടുത്ത് ഞാൻ അനുസരിപ്പിച്ചാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാമേ? രാഘവ, അവൻ പറയുന്നതിലും കാര്യല്ലേ, നീ സമാധാനം. ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി 4 മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാശുമായിട്ട് ഒരാൾ വന്നു. അന്ന് അമ്മ പറഞ്ഞു, उस लड़की से बहुत पहले हो रही थी ना इसकी शादी फिक्स है ये लड़की कितना पसंद करती है उसे मतलब बहुत पहले से ना इसी आदमी की बेटी तो है ना हाँ इसके मामा की बेटी शायद